ഒരുമിച്ചായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ സഭായോഗത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ നാം വായിച്ച സങ്കീർത്തനങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിങ്കിൽ നമുക്കായിരിക്കാം. നാം വായിച്ച സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഇതിൻ്റെ ശീർഷകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശലോമോൻ്റെ ഒരു സങ്കീർത്തനം. അവസാനം ഇശായിയുടെ മകനായ ദാവീദിൻ്റെ പ്രാർത്ഥനകളെന്നും ആരംഭത്തിൽ ശലോമോൻ്റെ സങ്കീർത്തനം എന്നും എഴുതിയിരിക്കുമ്പോൾ വേദപുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു സംശയം അകത്തളങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് ആരുടെ സങ്കീർത്തനമാണ്? വേദപണ്ഡിതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് 40 വർഷക്കാലം ഇസ്രയേലിനെ ഭരിച്ചു. അതൊരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ അവസാന സമയങ്ങളിൽ ദാവീദിന് ശേഷം രാജ്യം ഭരിക്കുവാൻ ദാവീദിൻ്റെ ആൺമക്കളിൽ പലരും തൻ്റെ ഉള്ളിൽ അത്തരത്തിലൊരു ശ്രമം, എനിക്ക് രാജ്യം ഭരിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവരുടെയും ഉള്ളിലുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ശലോമോൻ ദാവീദിന് ശേഷം രാജ്യം ഭരിക്കണമെന്നായിരുന്നു. അത് ദാവീദിനെ പരിശുദ്ധാത്മാവ് അറിയിച്ചതുകൊണ്ട് ആ നിലകളിൽ ദാവീദ് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അങ്ങനെ ദാവീദ് ശലോമോനെ രാജസ്ഥാനത്തേക്ക് ആക്കുകയാണ്. 40 വർഷം താൻ രാജ്യം ഭരിച്ചപ്പോൾ തൻ്റെ നേരെ വന്ന വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നന്നായിട്ട് അറിയാവുന്ന ദാവീദ് തൻ്റെ മകൻ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ ആ രാജസ്ഥാനം നന്നായിട്ട് ആ കാര്യങ്ങൾ വിനിയോഗിക്കണമെങ്കിൽ തൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വേണം, അഭിഷേകം വേണം, ജ്ഞാനം വേണം എന്ന് നല്ല ബോധ്യമുള്ള ദാവീദ് ശലോമോനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. പിൽക്കാലത്ത് ശലോമോൻ അത് സങ്കീർത്തനമായിട്ട് എഴുതി ചേർക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഒരു നല്ല പിതാവിൻ്റെ ആ മകനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ ഈ സഭായോഗത്തിൽ ചേരുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ സങ്കീർത്തനം നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോളമൻ രാജാവിന് വേണ്ടിയുള്ള ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം മുഴുവനും. ഒരു പ്രാർത്ഥനാ വാചകം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മിപ്പിച്ച് നമ്മൾ ആരാധിക്കുവാൻ വേണ്ടി സമയങ്ങളെ വേർതിരിക്കുകയാണ്. അതിൻ്റെ 7ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് ആ വാക്യം, ആ പ്രാർത്ഥനയുടെ ആ സൗന്ദര്യം നിങ്ങളൊന്ന്, ആ വാചകത്തിൻ്റെ സൗന്ദര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ ദാവീദ് മകനു വേണ്ടി പ്രാർത്ഥിക്കുക. ശലോമോൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. നമ്മളാണ് എങ്ങനെ പ്രാർത്ഥിക്കും? ശലോമോൻ തഴയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ, ശലോമോൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദ് എവിടെ നിന്നാ നിനക്ക് ഈ പ്രാർത്ഥന ലഭിച്ചത്? ദാവീദ് പറയും, അതെ, എൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പാക്കേജ് അബ്രഹാമിന് നൽകുമ്പോൾ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമേ, ഞാൻ നിന്റെ പേർ വലുതാക്കും. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ 3 അനുഗ്രഹങ്ങളും അബ്രഹാമിന് ഇഷ്ടമാണ്. പക്ഷേ ആദ്യത്തെ 2 അനുഗ്രഹമാണ് അബ്രഹാമിന് ഏറെ ഇഷ്ടം. പക്ഷെ ദൈവത്തോട് ചോദിക്കുക, ദൈവം പറയും, എനിക്കും ഈ 3 അനുഗ്രഹം ഇഷ്ടമാണ്. പക്ഷേ അവസാനത്തെ ഒരു അനുഗ്രഹമാണ് എനിക്കിഷ്ടം. എന്താ? അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കണം, എൻ്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കണം. എൻ്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കണം. എൻ്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കണം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ അനുഗ്രഹിക്കപ്പെട്ട 100 ചരിത്രങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. നമുക്കറിയാം, ഒരു ഹന്ന എന്ന് പറയുന്ന ഒരു മകള് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി, തലമുറ ഇല്ലാതിരുന്നവൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘനാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്കൊരു തലമുറയെ ദൈവം നൽകിക്കൊടുത്തു. നമുക്കറിയാം, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി
സ്ത്രീയായിരുന്നവള്, അവനൊരു പുരോഹിതനായിരുന്നു, അവനൊരു ന്യായാധിപനായിരുന്നു. മകനെ കുറിച്ച്, ശമൂവേലിനെ കുറിച്ച് അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യരൊക്കെയും ഒതുങ്ങി. 15 ന്യായാധിപന്മാരുള്ളതിൽ 15ാമത്തെ ന്യായാധിപനാണ് ശമൂവേല്. 14 ന്യായാധിപന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് 15ാമനായിരിക്കുന്ന ശമൂവേലിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. എന്താ? ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യരൊക്കെ ഒതുങ്ങി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന തലമുറകളോട് ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മറ്റാർക്കും ചെയ്യാത്തത് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ മെടുക്കാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു പിതാവുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടും ദൈവത്തിന്റെ കൃപയിലേക്ക് നിങ്ങളുടെ തലമുറകൾ വന്നില്ലേ? പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്. ദൈവം വിശ്വസ്തനായ ദൈവമാ. അതിന്റെ 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. നമ്മുടെ തലമുറയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരും, അഭിഷേകത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ പദ്ധതി ദൈവം അവരിലൂടെ ചെയ്യും. അവസാനത്തെ വാക്യം, 19ാമത്തെ വാക്യം ഇങ്ങനെയാ: അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ തലമുറയെ ദൈവം ഒരു മഹത്വമാക്കി മാറ്റും. ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോന് ആലയം പണിത് കഴിഞ്ഞ് ഒരു ഡെഡിക്കേഷൻ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ മഹത്വം ആലയത്തിനകത്ത് ഇറങ്ങുവാനായിട്ടിടയായി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന തലമുറയെ, ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ! ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമോ? പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയുടെ കാലത്ത് ചില ഫെലിസ്ത്യ ശക്തികൾ ഒതുങ്ങും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ കൊണ്ട് ദൈവം അസാധ്യമായ കാര്യങ്ങളെ ചെയ്യിപ്പിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ഇന്ന് പകൽ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവ മഹത്വം ഇതിനകത്ത് ഇറങ്ങട്ടെ.